വയനാട് പച്ചിലിക്കാട് ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവ 52 മണിക്കൂറിന് ശേഷം കാട് കയറി. കാൽപ്പാടുകൾ പരിശോധിച്ചാണ് പാതിരയമ്പം വനത്തിലേക്ക് കടുവ തിരിച്ചു കയറിയുന്നതായി വനവകുപ്പ് സ്ഥിരീകരിച്ചത്. ഇതോടെ പ്രദേശത്തെ നിയന്ത്രണങ്ങൾ പിൻവലിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച രാവിലെ 9 മണിയോടെ പച്ചിലക്കാട് പടിക്കം വയലിലിറങ്ങിയ കടുവ ഇന്ന് ഉച്ചയോടെയാണ് കാടു കയറിയത്. പനമരം മേച്ചേരിയിലെ റോഡിലും സമീപത്തെ വയലിലും കണ്ട കടുവയുടെ കാൽപ്പാടുകളാണ് ഇന്നത്തെ ദൌത്യത്തിൽ നിർണായകമായത്. ഈ കാൽപ്പാടുകൾ പിന്തുടർന്ന വനപാലകരെത്തിയത് പാതിരിയമ്പം വനത്തിൽ. റോഡുകളും പുഴയും വയലുകളും താണ്ടി വന്ന വഴിക്ക് തന്നെ കടുവ തിരിച്ചു കയറിയെന്നാണ് സൂചനകൾ. കാടുകയറിയെന്ന് വനം വകുപ്പ് ഉറപ്പിച്ചതോടെ 3 ദിവസമായി തുടർന്ന പനമരം കണിയാമ്പറ്റ പ്രദേശങ്ങളിലെ കടുവാഭീതി ഒഴിഞ്ഞു. ഓപ്പറേഷൻ സക്സസ്ഫുൾ ആണെന്ന് തന്നെ നമുക്ക് തീർച്ചപ്പെടുത്തി പറയാൻ പറ്റും. പാതിരി റിസർവ് മേഖലയിലേക്ക് പോകുന്ന വഴിയിൽ പഗ്മാർക്ക് കാണുകയും ആ പഗ്മാർക്ക് പടിക്കംവയൽ മേഖലയിൽ നിന്നും ശേഖരിച്ച പഗ്മാർക്കുമായിട്ട് താരതമ്യം ചെയ്യുകയും ഒരേ കടുവയാണ് തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. 5 വയസ്സുള്ള ആൺകടുവയാണ് പ്രദേശത്ത് കാടിറങ്ങിയത്. കാട്ടിലേക്ക് തുരത്തുന്നതിനിടെ വയലിലൂടെ കടുവ ഓടിയത് ഇന്നലെ പ്രദേശത്തെ വലിയ ആശങ്ക പരത്തിയിരുന്നു. 100ഓളം വരുന്ന വനപാലകർക്കൊപ്പം തെർമൽ ഡ്രോണുമായി RRT സംഘവും ദൌത്യത്തിന്റെ ഭാഗമായി. പാതിരമ്പം വനമേഖലയിൽ ക്യാമറ ട്രാപ്പുകൾ സ്ഥാപിച്ച് നിരീക്ഷണം തുടരുകയാണ്. പ്രദേശത്ത് ഇന്നലെ മുതൽ പ്രഖ്യാപിച്ച നിരോധനാജ്ഞയും പിൻവലിച്ചു. പച്ചിലക്കാടിലും പരിസര പ്രദേശങ്ങളിലും ഭീതി പരത്തിയ കടുവയങ്ങനെ കാടുകയറി. 3 ദിവസം സർവ്വസന്നാഹങ്ങളോടുകൂടി വനം വകുപ്പ് നടത്തിയ പരിശ്രമത്തിലൊടുവിലാണ് കടുവ കാടുകയറിയത്. ഈ പ്രദേശത്തെ നിയന്ത്രണങ്ങൾ പിൻവലിക്കുമെങ്കിലും നിരീക്ഷണം തുടരുമെന്നുള്ളതാണ് വനംവകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ക്യാമറ പേഴ്സൺ ബബീഷ് കക്കോടിക്കൊപ്പം ഫൈസൽ നെടുമ്പാല, മീഡിയ 1, വയനാട്.